അപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റൽ മൊത്തത്തിലൊരു കുഴപ്പമാണ് അല്ലടോ? അതേ വരാം. അവരങ്ങനെ പെരുമാറിയത് കൊണ്ട് തന്നെ ബിച്ചു പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലങ്ങ് ഉറച്ചു. തന്നെ പോലെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞതോ? അതെ, എന്നെപ്പോലെ ഒരാളുണ്ടെങ്കിൽ അത് അമ്മ തന്നെ ആവുമല്ലോ. സാധ്യതകളൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മയെ നമുക്കിടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയവരാരായാലും നമുക്ക് കണ്ണെത്തുന്ന ദൂരത്ത് അമ്മയെ കൊണ്ടുവിടുവോ? മാത്രമല്ല, ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അമ്മ എന്തിനാണ് വരുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. പക്ഷേ ബിച്ചു അങ്ങനെ ഒരു കുഴപ്പക്കാരനായ പയ്യനൊന്നും അല്ല. മിക്കവാറും സമയങ്ങളിൽ അവന് നല്ല ബോധത്തിലാണ്. വല്ലപ്പോഴും ഒരിക്കലാണ് ഈ മനസ്സ് കൈവിട്ട് പോകുന്നത്. അപ്പോൾ അവൻ കണ്ടു എന്ന് പറഞ്ഞ കാഴ്ചകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ? രാധിക, അമ്മയെക്കുറിച്ചായതുകൊണ്ട് തൻ്റെ പ്രതീക്ഷയുടെ അളവ് എത്ര ആയിരിക്കും എന്ന് എനിക്കറിയാം. വലിയ നിരാശകളില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പ്രതീക്ഷിക്കരുത്. ഇല്ല വരും. ആ ഹോസ്പിറ്റലിനകത്തൊന്ന് നടന്നു നോക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ കൂട്ടത്തിൽ അമ്മയില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാനതെല്ലാം അതോടെ വിട്ടേനെ. പക്ഷെ ബിച്ചുവിൻ്റെ ഒരു വാക്ക്, അതെൻ്റെ പ്രതീക്ഷയായിട്ട് അങ്ങനെ കിടക്കുക. ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ മെൻ്റൽ ഹോസ്പിറ്റലുകൾക്ക് പല സമയത്തും ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അതെന്നൊന്നും തുടങ്ങിയതല്ല, പണ്ടേ ഉള്ളതാ. പറഞ്ഞു കേട്ടുള്ള കഥകൾ വെച്ച് എത്രയോ ആളുകൾ രോഗത്തിന്റെ ഒരു ലക്ഷണവും ഇല്ലാതെ ഇത്തരം താവളങ്ങളിൽ വെച്ചിട്ട് മരിച്ചു വീഴണമെന്നറിയോ? നമുക്കെന്തായാലും ബിച്ചു പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് എടുക്കാം. അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ചേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, ഏട്ടനെയും കൂട്ടാം, എന്നിട്ട് നാളെ തന്നെ പോയേക്കാം. നാളെ തന്നെയോ? പിന്നല്ലാതെ. പോകാൻ തീരുമാനിക്കുന്ന നിലയ്ക്ക് അത് ഏറ്റവും വേഗത്തിൽ തന്നെ ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. ഇതിന് താൻ താങ്ക്സ് ഒന്നും പറയണ്ട. അമ്മയെ കണ്ടുപിടിക്കണം എന്നുള്ളത് എന്നെ കൂടി ആവശ്യമാണ്. അത് നമ്മൾ തീരുമാനിച്ചു. ഇപ്പോഴും നല്ല വേദനയുണ്ടോ? തലയാ വേദനിക്കുന്നത്. എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ നോർമലായിട്ടാ സ്റ്റെപ്പ് ഇറങ്ങി വന്നത്. ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. പൂജാമുറിയും പൂജയൊക്കെ ഉള്ള വീടല്ലേ? അപ്പോ അങ്ങനെ വലിയ ശക്തിയോ മറ്റോ? ഏയ്, അങ്ങനെയൊക്കെ ഉണ്ടാവൂ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ഥിരമായി പൂജ നടത്തുന്നവരും ദൈവത്തിന്റെ ശക്തിയും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അവരേതെങ്കിലും രീതിയിൽ പുറത്തേക്ക് പോവുകയോ മറ്റേതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കപ്പെടുകയോ ചെയ്താൽ അത്തരം ഫോഴ്സുകൾ പുറത്തു വരുമെന്ന്. സാറയ്ക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൂജാരിയെ കൊണ്ടുവന്ന് പ്രശ്നം വെപ്പിക്കാം. വീടിന് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാവുന്നത് നല്ലതല്ലല്ലോ. മാത്രമല്ല, സാറയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ശരിക്കും? പിന്നെ ഇപ്പൊ തന്നെ സാറ് ഒന്ന് വീണപ്പോ എന്റെ മനസ്സ് എത്രയ്ക്ക് വേദനിക്കുന്നുണ്ടെന്നറിയാമോ?